വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ സ്പൈസി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ ഓവനിലും കുക്കറിലും എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഖുബൂസിൻ്റെ റെസിപ്പിയും കൂടിയാണ് കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം എടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒരു അരമണിക്കൂർ മുക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഉപ്പും മുളകും ഒക്കെ അകത്ത് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ അരമണിക്കൂറിന് ശേഷം ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കളയാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൗഡർ, ഗരം മസാല പൗഡർ, മല്ലിപ്പൊടി, ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടി ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് തന്തൂരി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഇപ്പം ഫെനുഗ്രീക്ക് ലീവ്സ് ഉണ്ടല്ലോ അതും, വിനാഗിരി, വെളിച്ചെണ്ണ, നാരങ്ങാനീര്, പിന്നെ ഉള്ളി ഒരു 20 എണ്ണം, വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തൈര് 2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. പിന്നെ മല്ലിയില ഒരു പിടി കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഉപ്പ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ, കാരണം തന്തൂരി മസാലയിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ബട്ടറാണ് ചേർത്തത്. ബട്ടറും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചുകൂടി വേണമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ മസാലയ്ക്ക് ഇപ്പം തന്നെ വരുന്നത്. നല്ല എരിവും പുളിയും എല്ലാം കൂടിയുള്ള മസാലയാണ്. ഇനിയിപ്പോൾ ഈ ചിക്കൻ പീസസിലേക്ക് ഈ മസാല നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ടിത് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ അത്ര നല്ലതാണ്. മസാലയൊക്കെ നല്ലതുപോലെ അകത്ത് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു 4 മണിക്കൂർ വരെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓവൻ സെറ്റപ്പിലാണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് കുക്കറിലാണെങ്കിൽ ഇതിൻ്റെ വിസിൽ ഇതുപോലെ മാറ്റാം. പിന്നെ ഈ ഒരു ഗ്യാസ്കറ്റ് ഉണ്ടല്ലോ അതും മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു കുക്കറിലേക്ക് നമ്മൾ വെയിറ്റ് വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഇറക്കിയിട്ട് അതിന് മുകളിലായി ഒരു മൂടി വെച്ച് കൊടുക്കാം. മൂടിക്ക് മുകളിലായിട്ട് വേണം ചിക്കൻ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അടച്ചു വെച്ച് 20-25 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചതിന് ശേഷം പിന്നെ ഒരു പാനിലേക്ക് ഒരു ബട്ടർ ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ചിക്കൻ പീസസ്. ഇനി OTG ഓവനാണ്. അതിലേക്ക് 200 ഡിഗ്രിയിൽ 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഒരു ചിക്കൻ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പം ഈ ഒരു റോട്ടിസറി സെറ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ഒരു ലെഗിൻ്റെ സൈഡെല്ലാം ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ടോയിനോ ഉപയോഗിച്ച് നല്ലതുപോലെ കെട്ടി വെക്കണം. അതിനുശേഷം റോട്ടിസറി ടങ് ഉപയോഗിച്ച് പതുക്കെ ഈ ഒരു സാവധാനത്തിൽ ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഓവൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 200 ഡിഗ്രിയിൽ 1 അവർ ആണ് കേട്ടോ. അപ്പോൾ 1 അവർ എടുക്കും എന്തായാലും വെന്തൊക്കെ വരുന്നതിന് വേണ്ടി. പിന്നെ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച ഒരു മസാല കുറച്ച് ബാക്കി വന്നായിരുന്നു. അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊരു പാനിലേക്ക് ബട്ടർ ഒഴിച്ചതിന് ശേഷം ആ മസാല ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ഇത് ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ ഈ ചിക്കനിന് മുകളിലേക്ക് ഈ ഒരു മസാല വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്പൈസി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ 1 അവർ ആയിട്ടുണ്ട്. ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ടൂത്ത് പിക്ക് വെച്ച് നോക്കിയപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒന്ന് ഡോറ് തുറന്നിട്ട് ആ ഒരു ബട്ടർ കുറച്ച് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിപ്പോൾ നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം കഴിക്കാൻ നല്ലൊരു കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടി കഴിക്കാൻ വേണ്ടി ഖുബൂസാണ് കേട്ടോ ശരിയാക്കുന്നത്. അപ്പോൾ ഖുബൂസിനായിട്ട് ഇളം ചൂട് പാൽ 1 കപ്പ്, പിന്നെ പഞ്ചസാര, ഈസ്റ്റ് ഇത്രയും നേരത്തെ ഫെർമെൻറ്റ് ചെയ്യാൻ 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 3 കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ 3 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പാല് മതിയാവും കേട്ടോ. പാലിന് പകരം നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളമാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. കുറച്ചുകൂടി സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയാണ് ഞാൻ പാല് ചേർത്ത് കൊടുത്തത്. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ച് കൊടുക്കാം കേട്ടോ. 15 മിനിറ്റോളം ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഡ്രൈ ആവാതിരിക്കാനായിട്ട് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് 1 മണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്തത് ആ ഓവൻ സെറ്റ് ചെയ്ത ആ ടൈമിലായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ ഒരുമിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അത്ര കനം കുറഞ്ഞിട്ടല്ല, കുറച്ച് കനത്തോടു കൂടി തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബബിൾസ് വരുന്നത് വരെ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തപ്പം. നിങ്ങൾക്കിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ 1 മണിക്കൂറിനൊക്കെ കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു കോംബോ ആയിരുന്നു ഈ ഒരു കുബൂസും പിന്നെ ഈ ഒരു ഗ്രിൽഡ് ചിക്കനും. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.